ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. കൊടുത്ത കൊല്ലത്ത് കിട്ടുമെന്ന് പറയുന്നത് വെറുതെ. ഞാനിന്ന് പറയുന്നത് പറഞ്ഞാൽ കൊല്ലം പത്തനാപുരത്തെ കൊണേഷ് കുമാറിനെ പറ്റി. ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഒരു 1 year ബാക്ക് ഞാൻ കേരളക്കര മൊത്തം ഫേമസ് ആകുന്ന ഒരു കിട്ടിലെ കണ്ടന്റ് സഞ്ജു ടെക്ക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക്കിയും കൂട്ടരും യൂട്യൂബിൽ പൂളുണ്ടാക്കി കാറും എടുത്ത് റോഡിൽ ഇറങ്ങിയത്. ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്. മാത്രമല്ല ഇതിന്റെ പ്രതികാരം കൂടെ ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഇതിനെതിരെ നമ്മുടെ കൊണേഷ് കുമാർ എന്തോ പറഞ്ഞു. നിങ്ങൾ ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിക്കണം. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ മുൻമന്ത്രി ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് നടപടി. ഇപ്പൊ നിന്റെ മനസ്സിൽ കുറച്ച് ആശ്വാസം തോന്നല്ലേ? ഇപ്പോഴാണ് ഞാനത് ഈക്വലായത്. നിന്റെ ലൈസൻസ് പോയി, എന്റെ ലൈസൻസ് പോയി. നിന്റെ ജോലി പോയി, പക്ഷെ എന്റെ ജോലി പോയില്ല. പുള്ളിനെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കണല്ലായിരുന്നു, ഞാൻ മാത്രം ഒറ്റ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അണ്ണന്റെ അന്തസ്സും മാന്യതയെ കുറിച്ചൊന്നും പറയേണ്ട കേസ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് റീച്ച് ഭയങ്കരമായിട്ട് കൂട്ടി പണ്ണന സ്ഥാനത്ത് നിന്ന് വലിച്ച് താഴത്തോട്ട് ഇറക്കി പണ്ണൻ വീട്ടിൽ ഈച്ചടിച്ചിരിക്കും. ലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം. ഗണേഷ് കുമാറിന്റെ ആദ്യ ലൈസൻസ് 18 വയസ്സ് തികയുന്നതിന് മുമ്പാണെന്നും ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം. പണ്ട് 18 വയസ്സാണെങ്കിലും മുമ്പ് തന്നെ ഉടായ്പ കള്ളത്തരം കാണിച്ച് ലൈസൻസ് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ആ ലൈസൻസ് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന് വാഹനം ഓടിക്കാനായിട്ട് ഇനി ലൈസൻസ് ഉണ്ടാവൂല. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. ഗതാഗത മന്ത്രിയോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഈ പൈസയുടെ കൊഴുപ്പ് കൊണ്ട് ഇങ്ങനെയെല്ലാം കാണിച്ച് ആൾക്കാരെ, നാട്ടുകാരെ, ഗവൺമെന്റിനെ എല്ലാരെയും പറ്റിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തന്നെ നിങ്ങൾ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.